ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് ഞാൻ ചെയ്യുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി വെച്ചിട്ടാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിയുമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. തക്കാളി സാദം ഉണ്ടാക്കാനായിട്ട് ആദ്യം അരി വേവിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചിലപ്പോൾ കല്ലും കറുത്ത അരിയെല്ലാം കാണും. അതെല്ലാം പെറുക്കിക്കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരിയാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിയാണ്. 250 ml ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അരി ഒന്ന് 3-4 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുക്കണം. ഇപ്പോൾ അരി കാണുന്ന പോലെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ഇത്തിരി കൂടുതൽ വെള്ളം ഒഴിക്കണം. കാരണം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും അരിക്ക് ചിലപ്പോൾ ഒരു പശപ്പ് ഉണ്ടാവും. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ പശപ്പ് അറിയില്ല. ഞാനിവിടെ ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി പ്രഷർ കുക്കർ മൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. എല്ലാവരും കംപ്ലൈൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രഷർ കുക്കറിൽ റേഷൻ അരി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകുന്നു. പക്ഷേ ഞാനിപ്പോൾ ഏതരിയാണെങ്കിലും പ്രഷർ കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ വെച്ച് നന്നായിട്ട് അരി കുഴഞ്ഞു പോലെയൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ സമയവും ഗ്യാസും എല്ലാം ലാഭിക്കാം. ഇനി അരിയിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പ്രഷർ കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. അരി വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റേഷൻ അരിക്ക് അധികം വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു വിസിൽ വരാറാകുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. കൂടുതൽ സമയമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. ഞാനിവിടെ ഒരു സ്റ്റീം വന്നപ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്തിട്ടതാണ്. ഇനി നമുക്കൊന്ന് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കാം. സ്റ്റീം ഫുള്ളായിട്ടൊന്നും പോകണ്ട. കുറച്ച് പോയി കഴിയുമ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഉപയോഗിച്ച് സ്റ്റീം ഒന്ന് കളഞ്ഞിട്ട് കുക്കർ പതുക്കെ തുറന്നെടുക്കണം. കൂടുതൽ സമയമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് പോകും. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ചോറ് പാകത്തിന് വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരു സ്പൂണിലെടുത്തിട്ട് നോക്കാം. അരി ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അരി പാകത്തിന് വെന്തിട്ടില്ലെങ്കിൽ കുക്കർ തുറന്ന് വെച്ച് കുറച്ച് സമയം കൂടെ സ്റ്റവിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചോറൊട്ടും പശപ്പില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ചോറ് ഇതുപോലുള്ളൊരു സ്പൂൺ ഉപയോഗിച്ച് അരിച്ച് ഒരു അരിപ്പപാത്രത്തിലേക്കിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റേഷൻ അരി കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറുണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചോറെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വെള്ളം പോയി തണുത്ത് വരാനായിട്ട് മാറ്റി വെക്കാം. തക്കാളി സാദം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നമുക്ക് വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പരിപ്പിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോഴത്തേക്ക് നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിപ്പൊടിയാണ്. എരിവെല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എണ്ണ കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്കൊരു 4 മീഡിയം തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുമ്പോൾ എപ്പോഴും നല്ല ചുവന്ന കളറിൽ പഴുത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. തക്കാളി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 4 മീഡിയം തക്കാളിയാണ്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നല്ല വലിയ തക്കാളിയാണെങ്കിൽ 2-3 തക്കാളി എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മീഡിയം സൈസ് ആയതുകൊണ്ടാണ് 4 എടുത്തിരിക്കുന്നത്. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ചെറുതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി പാൻ മൂടി വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യണം. ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇതൊരു 10-15 മിനിറ്റ് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യണം. ഈ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ
ടൊമാറ്റോസ് അത് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട്. ഇടയ്ക്ക് ഇളക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യാം. തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. എന്നാൽ മാത്രമേ സാദം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ തക്കാളി മസാല ചപ്പാത്തിക്കും ദോശയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ മസാല കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഇതിൽ നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചോറിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറ് കുറേശ്ശെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. തക്കാളി മസാല ചോറിൽ പിടിക്കുന്നവരൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചോറ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇങ്ങനെ നെയ്യ് കൂടി ചേർക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിന്. അപ്പം എല്ലാം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റേഷൻ അരി കൊണ്ട് ഇത്ര ടേസ്റ്റി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഈ ടൊമാറ്റോ സാദം നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചോറ് നമുക്ക് പപ്പടം, അച്ചാർ, സാലഡ് ഇവയുടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അച്ചാറിൻ്റെ സാലഡിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ എല്ലാം ഒന്ന് കണ്ട് നോക്കാം. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല സിമ്പിളായിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്